ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം ഇന്നിതെങ്ങനെ കിട്ടിയമ്മേ, നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ, മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ, മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്. അയ്യോ, ഈ ഇല മരിച്ചു പോയല്ലേ. ആ കൊച്ചു പറഞ്ഞതേ ആ ഇല ഞെട്ടറ്റ് വീണു, അത് ചത്തുപോയി എന്നാണ് പറഞ്ഞത്. ഇനി അതിനൊരു ജീവിതമില്ല, അതിനി പച്ചിലയാകാൻ പറ്റില്ല എന്നല്ലേ അതിനകത്ത് പറഞ്ഞേക്കുന്നതേ. അപ്പം ആ കൊച്ചിന് ആ ബോധ്യം അത്രയേ ഉള്ളൂ. അപ്പം നിത്യജീവനെ കുറിച്ചോ മരണാനന്തര ജീവിതത്തെ നിരാശയുടെ കാര്യമില്ല. കാരണം അതിനറിയത്തില്ല, അതിനെ ആരും പഠിപ്പിച്ചില്ല. ആ കുട്ടിക്ക് അറിയത്തില്ലാത്തത് എന്തുകൊണ്ടാണ്? ആ കുട്ടിക്ക് ആരും പറഞ്ഞു കൊടുത്തില്ല. അപ്പം അതുകൊണ്ടാണ് ആ കുട്ടി ആ ഇല വീഴുന്നത് കണ്ടപ്പം അത് ചത്തുപോയി. ഇനി അത് ചീഞ്ഞളിഞ്ഞ് തീർന്നു അതിൻ്റെ ജീവിതം. അപ്പം ക്ലാരപ്പ പറഞ്ഞില്ലേ, ഇതേ ഉള്ളോ, നമ്മളും മരിച്ചു തീർന്നു. അല്ല, അപ്പം നമുക്കൊരു നിത്യജീവനുണ്ട്. അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് ആ നിത്യജീവൻ തന്നേക്കുന്നത്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ മക്കളെ പഠിപ്പിക്കണം. ഇത് മക്കൾ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് അവർക്ക് ഒരു ബോധ്യം വരുള്ളൂ, ഈ ജീവിതത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് തിരിച്ചറിവ് കിട്ടുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ, അതിൽ 33 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് തരും. ആദ്യം അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചി ഒന്നും കൂടെ പറയാവോ? അതെ, ഈ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ അടുത്തുള്ള ഒരു വീട്ടിൽ ആ പെങ്കൊച്ചിനൊരു കല്യാണാലോചന വന്നു. അപ്പോൾ ഈ ആലോചന വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു ആലോചന വന്നിട്ടുണ്ട്, 3 ആലോചന ഒന്നിച്ചു വന്നിട്ടുണ്ട്, ഇതിലേതാണ് ആ പെങ്കൊച്ചിന് കല്യാണം നടത്തണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നമുക്കങ്ങനെ ഭാവി പ്രവചനമൊന്നുമില്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഒരു ധ്യാനത്തിന് പോ, നിങ്ങൾ രണ്ടുപേരും അപ്പനും അമ്മയും കൂടെ ഒരു ധ്യാനത്തിന് പോയി അവിടെ ഇരുന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഈ കൊച്ചിനെക്കുറിച്ച്, ഈ പെങ്കൊച്ചിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി ഏതാണ്? അപ്പോൾ ഇവക്കൊരു ജീവിത പങ്കാളിയെ കർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കാൻ ദൈവം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജീവിത പങ്കാളിയെ ആരാണ് എന്ന് ഈ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്നതിന് മുമ്പേ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം മാതാപിതാക്കളുടെ കടമയെന്ന് പറഞ്ഞാൽ ദൈവം അനാദികാലം മുമ്പേ നിനക്കായിട്ട് സൃഷ്ടിച്ച ആ ജീവിത പങ്കാളിയെ ദൈവം വെച്ചിട്ടുണ്ട്, അതിനെ തേടിപ്പിടിച്ച് കണ്ടുപിടിച്ച് മകൾക്ക് അല്ലെ മകന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇത് ചോദിക്കണേ, ഇത് മനുഷ്യരോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇടക്കാരനോടോ മാട്രിമോണിയിൽ ചോദിച്ചിട്ട് പറ്റില്ല. അപ്പം ചോദിക്കേണ്ടത് ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ ഏകാഗ്രതയോടെ ഇരുന്ന് ദൈവത്തോട് ചോദിക്കണേ, അത് വചനത്തിലൂടെ നമുക്ക് ഉത്തരം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു ധ്യാനം കൂടാൻ പോകും. അന്നേരം 100 കൂട്ടം തടസ്സം പറഞ്ഞ് ആ പ്രശ്നം ഈ പ്രശ്നം നേരമില്ല, അങ്ങനെയാ ഇങ്ങനെയാ എന്നെല്ലാം പറഞ്ഞ് എന്തായാലും പോയില്ല. ഞാൻ പിന്നെ കുറേ നാളൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് ഇവരെ ഒന്ന് കാണുന്നത്. അപ്പോൾ ഒരു പെരുന്നാൾ സ്ഥലത്ത് വെച്ചാൽ കണ്ടത്. അപ്പോൾ എന്നെ കണ്ടത് ഇവർ ഓടി വന്നു,
ഓടി വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നാണ്ട് വിശേഷമൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് എൻ്റെ ആനി ചേച്ചി ഒന്നും പറയണ്ട, ആകെപ്പാടെ ജീവിതം തകർന്നു, ഇനി 2 പെൺപിള്ളേരെ കെട്ടിക്കാനുണ്ട്, ഈ മൂത്തതിനെ കെട്ടിച്ച് ആകെ കുളമായി, അവൻ ഭയങ്കര മദ്യപാനി, ഇവിടെ സംശയം, 2 കുഞ്ഞുങ്ങളും ഉണ്ട്, ഓരോ വർഷം ഇടവിട്ട് 2 കൊച്ചുങ്ങളുമായി, ആകെ പ്രശ്നം. ഈ പെണ്ണ് 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കുക, ഇനി എന്നാ ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞ് ആകെ ദുഃഖിതയായിട്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, ഇനിയെങ്കിലും ഒരു ധ്യാനത്തിന് പോകും. അപ്പോൾ അയ്യോ അതെവിടെയാണ് പോകേണ്ടത്, ഞാൻ എങ്ങനെ വേണേലും പൊക്കോളാം, ഈ പെണ്ണിനെയും കൊണ്ടുപോകണോ, ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞുങ്ങളെയും കൂടെ നോക്കുന്ന ധ്യാന സെൻറ്ററുകളുണ്ട്, അപ്പോൾ അപ്പനും അമ്മയ്ക്കും ആർക്ക് വേണേലും ധ്യാനം സ്വസ്ഥമായിട്ട് കൂടെ അവിടെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പോയി ധ്യാനത്തിന് പോയി. പിന്നെ എനിക്കറിയത്തില്ല, ഏതായാലും പിന്നെ അറിവ് കിട്ടിയത് നന്നായി എന്നുള്ളതാണ്. നല്ല സ്വഭാവത്തിലും സമാധാനത്തിലായി. 2ാമത്തെ കൊച്ചിൻ്റെ കല്യാണത്തിനെ വിളിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു വന്നത്, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം ചേർത്ത് തരും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇവരാദ്യം ഏതാ അന്വേഷിച്ചേ? ചെറുക്കന് ജോലി എങ്ങനെയുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിന് ചേരുന്നതാണോ, ഭൗതിക ലെവല് വെച്ച് കണക്ക് കൂട്ടി. അപ്പോൾ എന്നിട്ട് നോക്കിയപ്പോൾ എല്ലാം ഓക്കെ. അങ്ങനെ അവർ കല്യാണം അങ്ങ് നടത്തുക ചെയ്തത്. അപ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ളത് അന്വേഷിച്ചില്ല. അത് അന്വേഷിക്കുന്ന എപ്പോഴാണ്? അവസാനം. എല്ലാം വന്ന് സംഭവിച്ചു, അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചു, പരിഹാരം ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പം ദേ പോണു, എവിടെ വേണേലും പോകാം, ഈ പ്രശ്നം ഒന്ന് തീർന്നു കിട്ടിയാൽ മതി, അത്രമാത്രം അവർ ഉരുകി ജീവിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞതിന് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ഇവിടെ മക്കളെക്കുറിച്ചുള്ളത് എന്താണ് ഈശോ പറഞ്ഞേക്കുന്നത്? ആ പദ്ധതിയും പ്ലാനും തിരിച്ചറിയുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്. അപ്പം ആദ്യം അന്വേഷിക്കേണ്ട കടമ മാതാപിതാക്കൾക്ക് ഉണ്ട്. ഈ ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണം മക്കളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതി എന്നതാണെന്നുള്ളത്. അത് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഈശോ വചനത്തിൽ അത് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18:19, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. കാരണം 2ഓ 3ഓ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേരുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഇപ്പം ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അപ്പം ഈ ഭൂമിയിൽ 2 പേര് യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും കർത്താവ് നടത്തി തരുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുക. വാഗ്ദാന വചനമായത്, നടത്തി തരുമെന്ന്. അപ്പം ഈ 2 പേര് ഇപ്പം നമ്മുടെ കുടുംബം എടുത്ത് പരിശോധിച്ചാൽ അമ്മായിയമ്മയും മരുമകളും കൂടെ ഒന്നിച്ച് ചോദിക്കാൻ പറ്റുമോ? അമ്മയും മകനും കൂടെ ഒന്നിച്ചിരുന്ന് കർത്താവിനോട് ചോദിക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാം, പക്ഷെ പല വിചാരത്തോടെ ആയിരിക്കും ഇരിക്കുന്നതെന്ന് മാത്രം. അപ്പം ഈശോ അവിടെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഐക്യത്തിൽ, ഒരുമയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ബന്ധം ഈ ലോകത്തിൽ ഒരു മനസ്സോടെ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള ഒരൊറ്റ ബന്ധം എന്ന് പറയുന്നത് ദാമ്പത്യ ബന്ധമാണ്. കാരണം ദാമ്പത്യ ബന്ധത്തിൽ ഈശോ പറഞ്ഞു, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരിരുവരും ഒരു ശരീരമായി തീരും, പിന്നീട് അവർ 2 അല്ല, അവർ 1. അപ്പം ഇത് കർത്താവ് നമുക്ക് തന്നേക്കുന്ന വചനമായത്. അപ്പം ഈ 2 അല്ലാത്ത 1 ഒരൊറ്റ ബന്ധമേ ഈ ലോകത്തിലുള്ളൂ, അത് ദാമ്പത്യ ബന്ധമാണ്. അത് ദൈവം തന്നിരിക്കുന്ന ഐക്യം, ആ ഐക്യം ഉണ്ട് നമ്മളിൽ. അപ്പം ഈ ഐക്യപ്പെട്ട ഈ 2 പേര്, അതാണ് അപ്പനും അമ്മയും. അവർ 2 പേരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2ഓ 3ഓ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേരുന്നിടത്ത് അവിടെ കർത്താവുണ്ട്. അപ്പോൾ ഈ ദമ്പതികൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. മക്കളുടെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും തിരിച്ചറിയണം. ഏത് കോളേജിൽ വിടണം, SLC കഴിഞ്ഞ് അല്ലെങ്കിൽ ഉപരി പഠനത്തിന് നമ്മൾ അയക്കുക. ഇപ്പം നമ്മൾ ഏത് കോളേജിൽ പോകണമെന്ന് എങ്ങനെയാണ് തിരിച്ചറിയണേ? അധ്യാപകർ നിർദ്ദേശിച്ചോ അല്ലെ എൻ്റെ കൂട്ടുകാർ ഇതേ ഇന്നടത്ത് നേഴ്സിംഗ് പഠിക്കാൻ പോയി, ഇതേ പുറകെ നമ്മളും വിട്ടേക്കുക. പക്ഷെ ആ കൊച്ചിൻ്റെ പദ്ധതി എന്താണെന്ന് അതിൻ്റെ മാതാപിതാക്കൾ തിരിച്ചറിയുകയും നമ്മൾ തിരിച്ചറിയണം, ദൈവം എനിക്ക് തന്ന എൻ്റെ മകളെ അല്ലെ എൻ്റെ മകനെ ഏത് നേഴ്സിങ്ങിനാണോ വിടേണ്ടത്, ഇത് തിരിച്ചറിയണമെങ്കിൽ അപ്പനും അമ്മയും ഏക മനസ്സോടെ ഇരുന്ന് ദൈവസന്നിധിയിൽ ഇത് വെച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങോട്ട് വിടണം, മദർ തെരേസയുടെ അമ്മ പ്രാർത്ഥിച്ച പോലെ. അപ്പോൾ ഈശോ പറയും, ഈശോ ഉത്തരം പറഞ്ഞല്ലോ, 2 പേർ യോജിച്ച് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് അറിയിക്കണം. അതുപോലെ പറയുന്നുണ്ട് യോഹന്നാൻ 16:23 യേശു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും
എത്ര ഉറപ്പാണ്. ആ ഈശോയുടെ സ്നേഹമാണ് ഇതൊക്കെ നമ്മൾ അറിയേണ്ടത്. ഈശോയുടെ സ്നേഹം കൊണ്ട് പറയാം, മക്കളെ നിങ്ങൾ എന്നോ വേണേലും ചോദിച്ചോ. ചോദിക്കുമ്പോൾ എന്നാ ചെയ്യണം? ഈശോയുടെ നാമത്തിൽ ചോദിക്കണം. ആരോട് ചോദിക്കണം? പിതാവിനോട് ചോദിക്കണം. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും പിതാവിനോട് ചോദിക്കണം. ആരുടെ നാമത്തിലാണ്? യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കണം. അല്ലാതെ നമ്മൾ കുറേ വാജ്യാപ്രാർത്ഥന നടത്തി ഈശോ പറഞ്ഞില്ലേ, നിൻ്റെ അധരജൽപ്പന എനിക്ക് ആവശ്യമില്ല, നിൻ്റെ ഹൃദയമാണ് കീറേണ്ടത്, വസ്ത്രമല്ല. അപ്പം നമ്മൾ ഹൃദയത്തിൽ ഐക്യത്തിൽ ഒന്നിക്കണം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് മക്കളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് തിരിച്ചറിഞ്ഞിട്ട് അതിലൂടെ അവരെ കൈപിടിച്ച് നടത്തുക. അതിനാ ദൈവം ഭൂമിയിൽ നമ്മളെ മാതാപിതാക്കളാക്കി വിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളെ വിശ്വസിച്ചാണ് ഈ മക്കളെ നമ്മുടെ കയ്യിൽ തന്നിരിക്കുകയും ചെയ്യുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17 വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? അപ്പോൾ ഈ മാതാപിതാക്കളല്ല ദമ്പതികൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്ലാനും പദ്ധതിയും മക്കളെക്കുറിച്ചുള്ള തിരിച്ചറിയണമെങ്കിൽ ഇതിന് ജ്ഞാനം വേണം. അത് ഏത് ജ്ഞാനം വേണം? ലോകത്തിൻ്റെ ജ്ഞാനവും ഒന്നും പോരാ. ദൈവിക ജ്ഞാനം, അത് ദൈവഹിതം തിരിച്ചറിയണം. അപ്പോൾ ആ തിരിച്ചറിയുന്ന ആ ദൈവിക ജ്ഞാനം തിരിച്ചറിയാൻ വേണ്ടുന്ന വിശ്വാസവും വിശുദ്ധിയും നിർമ്മലതയിലും ആയിരിക്കണം ദമ്പതികൾ മാതാപിതാക്കൾ ഒരുമിച്ചിരുന്ന് ചോദിക്കുക. കാരണം ദൈവത്തിൻ്റെ മനസ്സറിയുന്നവരാരുണ്ടെന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന തിരിഹിതമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് നമുക്ക് തരാമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. കാരണം മത്തായിയുടെ സുവിശേഷം 7:7 പറയുന്നുണ്ട്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പോൾ ഇതൊരു ഉറപ്പല്ലേ? ഇതുറപ്പാ. അപ്പോൾ എന്താ ചോദിക്കേണ്ടത്? ദൈവത്തോട് ചോദിക്കണം. ദൈവമേ നിൻ്റെ ഹിതം എന്താണ്? ഇപ്പം 3 കല്യാണാലോചന വരും. ഏത് പയ്യനാന്ന് നമ്മളെങ്ങനെ അറിയണേ? അല്ല ഏത് പെങ്കൊച്ചാന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? അപ്പോൾ അത് ഈശോയോട് ചോദിക്കുമ്പോൾ ഈശോ അതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ അറിവ് അല്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. അല്ലെ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പം അല്ലെ നമ്മൾ ദൈവാലോചന ചോദിക്കുന്ന വ്യക്തികളുണ്ട്. അല്ലെ അവരോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധരോട് ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവഹിതം തിരിച്ചറിയുക ചെയ്യേണ്ടത്. അപ്പം നമ്മളങ്ങനെ ഈ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ ആ പ്ലാന്, അതായത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാനുള്ള ആ ചോദ്യം, അതാണല്ലോ നമ്മളിപ്പോൾ ഈശോയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഈ ആധുനിക യുഗത്തിനൊക്കെ ഇപ്പം നമ്മൾ പുതിയ കാറൊക്കെ മേടിച്ചാൽ അതിനകത്തൊരു പുതിയ സംവിധാനമുണ്ട്. നമുക്ക് വഴിയൊന്നും അറിയേണ്ട കാര്യമില്ല. പണ്ട് പറയുമായിരുന്നു വഴി വായിലാന്ന് പറയുമായിരുന്നു, അല്ലേ? ചോദിക്കുന്ന വഴി വണ്ടി നിർത്തിയിട്ട് നമ്മൾ ഈ വഴിക്കാണോ, ഈ ജംഗ്ഷനാണോ, ഈ ടേൺ എടുക്കണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം എന്തോന്നാ കാറിനകത്ത് GPS ഒരു പുതിയ സംവിധാനമുണ്ട്, അല്ലേ? ആ മൊബൈലിൽ നമുക്കത് ആഡ് ചെയ്ത് വയ്ക്കാം, അല്ലേ? എല്ലാം ചെയ്യാം. അപ്പം ഇതൊരു സംവിധാനമാണ്. അതായത് പക്ഷേ ഈ സംവിധാനം കൊണ്ട് നമ്മൾ കാറിനകത്ത് കയറിയിരുന്നു, അല്ലെ നമുക്ക് പോകേണ്ടുന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് അതിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർക്കണം, അല്ലേ? അപ്പോൾ ആ സ്ഥലം ചേർക്കുമ്പോൾ ഈ GPS-ൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മുന്നമേ വെച്ചിരിക്കുന്ന സംഗതിയാണ്, നമ്മൾ അന്നേരം ചെയ്യുന്നതല്ല. നമുക്ക് പോകേണ്ടുന്ന സ്ഥലം എവിടെയാണെന്ന് അതിനകത്ത് ഒരു ടച്ചിങ് മതി, ഇല്ലേ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ മാപ്പ് നമുക്ക് കിട്ടുക. ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പം ഇതേപോലെ ഒരു സംവിധാനം കർത്താവിൻ്റെ പ്ലാനും പദ്ധതിയും നമ്മുടെ മക്കളുടെ മേലും നമ്മുടെ മേലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫുൾ മാപ്പാണ്, അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സെറ്റ് ചെയ്യണ്ട, നമ്മളിനി സെറ്റ് ചെയ്യാൻ പോണ്ട. ഈശോയുടെ പ്ലാനും പദ്ധതി ഓൾറെഡി നമ്മളെക്കുറിച്ചുള്ള നാശത്തിൻ്റെ പദ്ധതിയല്ല, ക്ഷേമത്തിൻ്റെ പദ്ധതി അവിടെ ഉണ്ട്. ഇനി അത് നമ്മൾ സെറ്റ് ചെയ്യണ്ട, നമ്മളതിനെ ഓണാക്കണം. ഇപ്പം നമ്മൾ കാറിനകത്ത് കയറി അല്ലെങ്കിൽ മൊബൈൽ കൈയെടുത്തു, ഈ GPS-ൻ്റെ സംവിധാനം മുഴുവൻ ഇതിനകത്തുണ്ട്. ഇപ്പം പുതിയ കാറിനകത്ത് അതിനകത്ത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണത്. ഇപ്പം നമ്മുടെ മൊബൈൽ കയ്യിലുണ്ട്, ഇതുണ്ട് ഇതിനകത്ത്. പക്ഷേ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം, നമ്മൾ ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ട് അതിൻ്റേതായ പ്രത്യേക സ്വിച്ച് അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് ചേർക്കുമ്പോഴാണ് ഇത് ഇത് ആക്കുവാണ്. അപ്പോൾ ഇതേപോലെ കർത്താവിൻ്റെ പ്ലാനും പദ്ധതി ഓൾറെഡി സെറ്റിൽഡാണ്. അതാ പറഞ്ഞാൽ നീ ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞു. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെക്കുറിച്ചുള്ളത് ഈശോയുടെ കയ്യിലുണ്ട്. അത് ഒരിക്കലും നാശത്തിനുള്ളതോ തകർച്ചയുടെയോ നിരാശയുടെയോ അല്ലെങ്കിൽ കഷ്ടതയുടെയോ അല്ല.
ഇത് ദൈവം ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ മൊബൈലിൽ അല്ലെങ്കിൽ ഈ കാറിൽ ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺ ചെയ്യുന്നത് പോലെ നമ്മൾ ദൈവത്തിൻ്റെ ഈ പ്ലാനും പദ്ധതിയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്ന് ഓണാക്കണം. ഈ ഓണാക്കുന്ന പരിപാടിയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വേണ്ടുന്നത്. അപ്പോൾ ഇത് ഓണാക്കണമെങ്കിൽ ഇപ്പം ഞാനാണ് അത് ഓണാക്കുന്നതെങ്കിൽ എനിക്ക് മുന്നമേ അറിവ് വേണം. എൻ്റെ കാറിൽ അല്ലെ എൻ്റെ മൊബൈലിൽ ഇതുണ്ട് എന്നുള്ള ഒരു അറിവ് എനിക്ക് വേണം. പിന്നെ ഇതെങ്ങനെയാണ് ഓൺ ആക്കേണ്ടതെന്നും കൂടെ ഞാൻ പഠിച്ചു വയ്ക്കണം. വേണ്ട, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇത് കിട്ടിയിട്ട് കാര്യമില്ല. ഈ മൊബൈലിനകത്ത് കൊണ്ട് എൻ്റെ കാറിനകത്ത് ഈ സംവിധാനം ഉണ്ടെന്ന് വിചാരിച്ചു. ഉപയോഗിക്കാൻ അറിയത്തില്ലേ, കാറിനകത്ത് കയറിയിട്ട് ഇത് ഓണാക്കാൻ എനിക്കറിയത്തില്ല. മൊബൈൽ എൻ്റെ കയ്യിലുണ്ട്, അതിനകത്ത് ഈ സംഗതികളെല്ലാം ഉണ്ട്, പക്ഷേ എനിക്കിത് ഓണാക്കാൻ അറിയത്തില്ല. അപ്പോൾ ഇത് കൈ കിട്ടിയിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും മുഴുവനും ഈശോ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നാശത്തിനുള്ളതല്ല, അത് ക്ഷേമത്തിനുള്ളതാണെന്ന് കർത്താവ് ഉറപ്പിച്ച് പറഞ്ഞു. ഇത് നാശത്തിനുള്ളതല്ല. ഇപ്പം നമ്മൾ പിള്ളേരെ പറഞ്ഞാൽ നശിച്ച പിള്ളേർ അല്ലേ, പിള്ളേരെ പ്രാഗി ശപിച്ച് നമ്മളിട്ടേക്കുക. ആ കുഞ്ഞുങ്ങളെന്ത് കഴിച്ചു? ആ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള പദ്ധതി പ്ലാനും വേറെ ഇരിക്കുക. നമ്മളത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓണാക്കാൻ പഠിക്കണം. അപ്പോൾ ഓണാക്കാൻ പഠിക്കുന്ന ആ ഒരു സംവിധാനമാണ് നമ്മൾ അറിയുക എന്നുള്ളത്. ഇത് വചനത്തിലൂടെ ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം അതിൽ 20-21 വായിക്കാം. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഇപ്പം നമ്മൾ GPS-ൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതിലേ പോവുക അതിലേ പോവുക എന്ന് പറയണ പോലെ തന്നെ ദൈവത്തിൻ്റെ വഴി നമുക്ക് പറഞ്ഞു തരും. അതാ ഈശോ നമുക്ക് ഉറപ്പ് തന്നിരിക്കുക. കർത്താവ് നമ്മളെ അത്രമാത്രം സ്നേഹിച്ചെല്ലാം നമുക്ക് പറഞ്ഞു വെച്ച് തന്നിരിക്കുക. നിത്യതയെക്കുറിച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കുന്നത്? അതിന് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഈശോയോട് ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃക അവർക്ക് കൊടുക്കാം. പിന്നെ നമ്മുടെ സംസാരം മക്കൾ ശ്രദ്ധിച്ചാണ് ജീവിക്കുന്നത്. അപ്പം നിത്യതയെക്കുറിച്ചൊരു പ്രത്യാശ നിറഞ്ഞ ഒരു ഹൃദയമാണ് നമ്മുടേതെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രത്യാശയുള്ളതായിരിക്കും. ഇപ്പം നമ്മൾ പിള്ളേരുടെ മുമ്പിൽ വെച്ചാൽ അയ്യോ എന്തൊരു ജീവിതം, ഒരു തകർന്ന ജീവിതം, നശിച്ച ജീവിതം, ഇത് തീരുമല്ലോ തീരുന്നില്ലോ എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യാശയില്ലാത്ത വാക്കുകളാണ് അവർ കേൾക്കുന്നത്. അപ്പം നമുക്ക് നിത്യജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സന്തോഷത്തിൽ പറയുമോ നമ്മുടെ ഈ ജീവിതമൊക്കെ ഇവിടെ വരുന്ന കഷ്ടത അതെന്തോ നിസാരം, അതുടനെ മാറും മക്കളെ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം ഈശോ വെച്ചിട്ടുണ്ട്, തകർച്ചയെല്ലാം മാറും. അങ്ങനെ പറയുമ്പം മക്കളുടെ ജീവിതത്തിലേക്ക് അങ്ങനെ ഒരു ബോധ്യം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ മരിച്ച വീടുകളിലൊക്കെ പോകുമ്പോൾ മക്കളെ കൂടെ കൂട്ടത്തിൽ കൊണ്ടുപോവുക. അവിടെയൊക്കെ സന്ദർശിക്കുമ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് പറയുക, ഈ അവിടെയൊക്കെ കരച്ചിലും പിഴിച്ചിലും ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പറയുക ഇത് കരയാനുള്ളതല്ല, ഇത് ഈശോയുടെ അടുക്കലേക്ക് പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഈ വ്യക്തിയുടെ ആത്മാവ് പോവുക. അപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ ഈ അവസരങ്ങൾ ഈശോ നമുക്ക് തരുന്ന അവസരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കാം. നമുക്ക് നിത്യതയെക്കുറിച്ചും ആ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വചനം പഠിപ്പിക്കണം, ബൈബിള് പഠിപ്പിക്കണം. ഇപ്പം നമ്മൾ ഒരു കൊച്ച് SLC പാസ്സാകണമെങ്കിൽ ആവറേജ് കൂട്ടി ഒരു 50 പുസ്തകമെങ്കിലും പഠിക്കണം 10 കൊല്ലം കൊണ്ട്. അത് നമ്മൾ നന്നായിട്ട് പഠിപ്പിക്കും. പക്ഷേ നമ്മളൊന്ന് ഓർത്ത് ഈ നിത്യതയെക്കുറിച്ച് നിത്യരക്ഷയെക്കുറിച്ചുള്ളതിനെക്കുറിച്ച് അറിവ് തരുന്ന വിശുദ്ധ ഗ്രന്ഥം ബൈബിള് നമ്മൾ എന്തുമാത്രം പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വചനം നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. ഈ വചനം അനുസരിച്ച് ജീവിക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ആ ജീവിതം മക്കൾ കാണുകയും ചെയ്യണം. അതുപോലെ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6:7 പറയുന്നുണ്ട്, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേലും പടിവാതിൽക്കലും എഴുതണം. അപ്പോൾ എഴുതണമെങ്കിൽ പിള്ളേർ കാണണം. അതെപ്പോഴും പിള്ളേർ കണ്ട് വായിച്ച് മനസ്സിലാക്കണം. അത് മാതാപിതാക്കൾ ചെയ്യണം. അവരെ പഠിപ്പിക്കണമെന്ന് ഉറപ്പിച്ച് വചനം നമ്മളെ പഠിപ്പിക്കുക. അല്ല, പ്രഭാഷകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയും നമ്മുടെ സംസാരം എപ്പോഴും ദൈവത്തെക്കുറിച്ചാണ്. കാരണം അറിവുള്ളവരോടെ സംസാരിക്കാവുള്ളൂ. സ്ത്രീകൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിൻ്റെ സംഭാഷണം
അത്യുന്നതൻ്റെ നിയമങ്ങളെപ്പറ്റി ആയിരിക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മൾ സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഈ അതും ഇതൊന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ നമ്മൾ അത്യുന്നതൻ്റെ നിയമങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്ന മക്കൾ അത് കേട്ട് വളർന്നോളും. അപ്പോൾ അങ്ങനെ പിള്ളേർ അതൊക്കെ പഠിക്കും. പിന്നെ നമ്മൾ തലമുറകളെ പഠിപ്പിക്കണം. നിയമാവർത്തന 4:9 നിങ്ങളുടെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്നും മായാതിരിക്കാനും ശ്രദ്ധിക്കുവിൻ. ജാഗരൂകരായിരിക്കുവിൻ. അവയെല്ലാം നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അറിയിക്കണം. അപ്പം ചുമ്മാതല്ല ഇത്. അപ്പം ഗ്രാൻഡ് പേരൻസിന് നല്ല പണിയുണ്ട്. എല്ലാവർക്കും മക്കളെയും പഠിപ്പിക്കണം. അപ്പം ഗ്രാൻഡ് പേരൻസും ഉണ്ട് ഇതിനകത്ത്. സങ്കീർത്തനം 78:5 പറയുന്ന, അവിടുന്ന് യാക്കോബിന് പ്രമാണങ്ങൾ നൽകി ഇസ്രയേലിന് നിയമവും അത് മക്കളെ പഠിപ്പിക്കാൻ നമ്മുടെ പിതാക്കന്മാരോട് അവിടുന്ന് ആജ്ഞാപിച്ചു. അവ വരാനിരിക്കുന്ന തലമുറ, ഇനിയും ജനിച്ചിട്ടില്ലാത്ത മക്കൾ അവ അറിയുകയും തങ്ങളുടെ മക്കൾക്ക് അവ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അവർ ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ പ്രവൃത്തികളെ വിസ്മരിക്കാതെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യും. ഇപ്പം ഇന്ന് നമ്മുടെ മക്കൾ ഈ ദൈവകൽപ്പന പാലിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുങ്ങൾ പഠിച്ചിട്ടില്ല, അവർക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ വേണം ഇത് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്. അപ്പം ഈ രീതിയിൽ നമ്മൾ നിത്യതയെക്കുറിച്ച് ഉറപ്പിച്ച് നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ഗ്രാൻഡ് പേരൻസിനുള്ള ജോലിയുണ്ട്. അവർ പിള്ളേരെല്ലാം വളർന്നു എല്ലാവരും പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ അവരെ ഇതൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ മാതാപിതാക്കൾക്കും ഇതേക്കുറിച്ച് ഒരറിവുണ്ടായിരിക്കണം. അവരവരുടെ അറിവ് വെച്ച് മക്കൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മാതാപിതാക്കൾക്കും അറിയില്ലായിരുന്നു ഇവർ ഇങ്ങനെയുള്ള ഒരു അരൂപിയിലോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലോ മക്കളെ വളർത്താൻ പറ്റിയില്ല. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് നമ്മൾ എന്ത് ഉപദേശം കൊടുക്കും, അല്ലെങ്കിൽ ആ മക്കളെ എങ്ങനെ ഈ ഇതിലേക്ക് തിരിച്ചു കൊണ്ടുവരിക? അത് ഇപ്പം അതിനും വിഷമിക്കണ്ട. നമ്മളിപ്പോൾ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റിയില്ല, അവരൊക്കെ വലുതായി പോയി, എൻ്റെ കുഞ്ഞുങ്ങളെ ഇതിനെക്കുറിച്ചൊന്നും പഠിപ്പിച്ചല്ലോ, നിരാശ വേണ്ട. ഇനിയും നമുക്കത് സാധിക്കും. കാരണം കർത്താവ് ഇന്നലെയും ഇന്നും നാളെ എല്ലാം ഒരുവൻ തന്നെയാണ്. അപ്പം നമുക്ക് പറ്റിയില്ല, അതിന് നമ്മൾ ഹൃദയം നുറങ്ങി പൊട്ടിക്കരഞ്ഞ് ഈശോയുടെ മുമ്പിൽ മുട്ടുമടക്കുക, എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതേ മാറും. കാരണം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പം നമ്മുടെ ഹൃദയം നുറുങ്ങുക. കാരണം നമുക്കിത് പറ്റിയില്ല. നമ്മുടെ പിള്ളേർ അജ്ഞതയിൽ ജീവിച്ചു പോയി, അവരിപ്പോൾ ലോകത്തിൻ്റെ ഇതിൽ ജീവിക്കുക. അപ്പം നമുക്കിനി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ശരിക്കും പശ്ചാത്തപിച്ച് പ്രായശ്ചിത്തം ചെയ്ത് നമ്മൾ ഏറ്റുപറയണം, കർത്താവെ തെറ്റിപ്പോയി, നീ തന്ന മക്കളെ നിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് വളർത്താൻ പറ്റിയില്ല. ഇനി നമുക്ക് വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ആർക്കും നേരെയാക്കാനും പറ്റില്ല. കതിരുമ്മേ വളം വെച്ചാൽ നന്നാവില്ല. അപ്പം ശൈശവത്തിൽ തന്നെ ചെറുപ്പത്തിലേ പഠിപ്പിക്കാൻ പറഞ്ഞു. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം, ആപ്തവാക്യമൊക്കെ പഠിച്ചാൽ പറ്റിയില്ലെങ്കിലും ഇനി വിഷമിക്കേണ്ട, കർത്താവിന് സാധിക്കും. നമ്മുടെ മക്കളെ ആ ദൈവിക ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കർത്താവിന് സാധിക്കും. അതിന് നമ്മൾ ഈശോയോട് മാപ്പ് പറയണം, പ്രാർത്ഥിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവിൽ നമ്മളും നിറയണം, മക്കളും നിറയണം. വിശുദ്ധിയും നിർമ്മലതയിലും നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. നല്ല കഠിനാധ്വാനമുണ്ട്. കാരണം മക്കളെ നമ്മൾ ആ വിശ്വാസത്തിലേക്ക് ഇനി തിരിച്ചു കൊണ്ടുവരണം. നമുക്കൊന്നും കൊടുത്തില്ല, അപ്പോൾ അവരെ തിരിച്ച് നമ്മൾ കൊണ്ടുവരണം. അതുപോലെ എല്ലാത്തിനും നന്ദി നമ്മൾ പറയണം, ഈശോയോട് നന്ദി പറയണം. മാധ്യസ്ഥ പ്രാർത്ഥനക്കാരാകണം. ഇനി ചെയ്യാനൊരു വഴി ഇതാണ്, നമ്മുടെ മക്കളുടെ മാധ്യസ്ഥ പ്രാർത്ഥനക്കാരാകുക. കരഞ്ഞപേക്ഷിക്കുക, കണ്ണുനീരൊഴുകണം. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 2:18-19 പറയുന്നു, സിയോൻ പുത്രി കർത്താവിനോട് ഉറക്ക നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ, നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്, രാത്രി യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. വൈകുന്നേരം ഉച്ചയ്ക്കൊന്നുമല്ല, രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ ഉണർന്നെഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. കാരണം മക്കളുടെ തിരിച്ചു വരവിന് വേണ്ടിയിട്ട്, അവർ ദൈവസന്നിധിയിലാകാൻ വേണ്ടിയിട്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയണം. കരഞ്ഞ് പൊട്ടിക്കരയണം, വേദനിച്ച് കരയണം മക്കളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അല്ലാതെ ഒരു മാർഗവും ഇല്ല. അതുപോലെ നാൽക്കവലയിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. നമുക്കിനി അത് മാത്രമേ ചെയ്യാനുള്ളൂ. കാരണം പെറ്റമ്മ മാതൃത്വത്തിൻ്റെ മഹനീയത ഇനിയാണ് നമ്മൾ കാണിക്കേണ്ടത്. കാരണം നമുക്ക് പറ്റിയില്ല, പഠിപ്പിക്കാനും കുഞ്ഞുങ്ങളെ ആ ലെവലിൽ വളർത്താൻ പറ്റിയില്ലെങ്കിൽ ഇനി കരഞ്ഞേ പറ്റുള്ളൂ. നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം.
പിതാക്കന്മാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം അധ്യായം 5 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. സൽക്കാര ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ജോബ് മക്കളെയെല്ലാം വിളിച്ചു വരുത്തി അവർ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച്, പാപം ചെയ്ത് പിള്ളേർ മാറിപ്പോയിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് ജോബ് അവരെ വിളിച്ചു വരുത്തി വിശുദ്ധീകരിക്കുകയും അതിരാവിലെ എഴുന്നേറ്റ് ഓരോ പുത്രനും വേണ്ടി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഓരോ മക്കൾക്കും വേണ്ടി ആ പിതാവ് ദഹനബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മ രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ ഉണർന്നെഴുന്നേറ്റ് നിലവിളിച്ച് പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടിയിട്ട്. പിതാവിൻ്റെതോ അതിരാവിലെ ഉണർന്ന് ഓരോ മക്കൾക്കും വേണ്ടിയിട്ട് ദഹനബലി അർപ്പിക്കുക. ഇത് ദമ്പതികൾ ചെയ്യണം, ഇത് മാതാപിതാക്കളുടെ. പിന്നെ ഗലാത്തി 4:19 പറയുന്നുണ്ട്, പൗലോസിലെ പറയുന്നു, കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഒരു പുരുഷനായി ഈറ്റുനോവ് സ്ത്രീകൾക്കുള്ളതാണ് അല്ലേ? പക്ഷേ ഈറ്റുനോവ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചാൽ പിന്നെ നമുക്ക് വേറെ വല്ല ചിന്തയുണ്ടോ? എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനൊരു കുഴപ്പവും കൂടാതെ പുറത്ത് വരണമെന്ന് ഒറ്റ ചിന്തയുള്ളൂ. ആ സമയത്ത് നമുക്ക് ലോകത്തെക്കുറിച്ചോ ആഭരണങ്ങൾ അണിഞ്ഞ് നടക്കണമെന്നോ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു സ്നേഹപ്രകടനം നടത്തണമെന്നോ അല്ലെ ആരെങ്കിലും 2 ചീത്ത പറയണോ അതെല്ലാം നമുക്ക് തോന്നുമോ? നമുക്ക് ഒറ്റ ചിന്തയുള്ളൂ, ലോകം നമ്മളവിടെ മറക്കുക അല്ലേ? ലോകത്തെ മറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ലേബർ റൂമിലാന്ന് തോന്നുന്നു അല്ലേ? വേറെ ഒരു ചിന്തയില്ല, ഈ ഒരൊറ്റ സംഗതി മാത്രമേ ഉള്ളൂ. ഇതുപോലെ പൗലോസ്ലീഹ ഈ ഒരൊറ്റ ചിന്തയിൽ ഈറ്റുനോവ് അനുഭവിക്കുക. ഈ ഈറ്റുനോവ് എന്തിനു വേണ്ടിയാണ് പൗലോസ്ലീഹ അനുഭവിക്കുന്നത്? നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നതിന് വേണ്ടി. ഇനി നമുക്ക് ഇതാ ദൗത്യം. നമ്മുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരും, അമ്മായിയമ്മയും മരുമോളും അമ്മായിയപ്പനും മരുമക്കളും എല്ലാവരും, മക്കളും കുഞ്ഞുമക്കളും എല്ലാം, ജീവിത പങ്കാളിയൊക്കെ യേശു ക്രിസ്തുവിൽ രൂപപ്പെടണം. ആ യേശു ക്രിസ്തുവിൽ രൂപപ്പെടുമ്പോഴാണ് നിത്യജീവനിലേക്ക് നമുക്ക് വാതിൽ തുറന്ന് കിട്ടുവാണ്. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് കടന്നു വരാൻ നമ്മൾ ഈറ്റുനോവ് ഒന്നും കൂടെ ഇനി അനുഭവിക്കണം. ആ ഈറ്റുനോവ് ശാരീരിക വേദനയല്ല, അത് ആത്മാവിൻ്റെ രോദനമായി മാറണം. മക്കൾക്ക് വേണ്ടി കരഞ്ഞപേക്ഷിക്കണം. ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത്.